ॐ मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे പരമാനന്ദമാധവം. ആത്മസ്വരൂപരെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വർത്തമാനകാലത്ത് ജീവിക്കാം. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. എല്ലാം സർവേശ്വരനിൽ അർപ്പിക്കുന്ന ഒരാൾ പുണ്യവും പാപവും വെടിയുന്നു. അതുകൊണ്ട് ഈശ്വരപ്രാപ്തിക്കായി യത്നിക്കും. ഈശ്വരബുദ്ധിയാണ് കർമാനുഷ്ഠാനങ്ങളെ സമർത്ഥമാക്കി തീർക്കുന്നത്. പ്രിയരെ, നമ്മൾ തന്നെ ചെയ്തുപോയ ചില പ്രവൃത്തികളുടെ ഓർമ്മ കൊണ്ട് മനസ്സിന്റെ സ്വസ്ഥത നശിച്ച് ഉറങ്ങുവാൻ പോലും കഴിയാത്ത ചില സമയങ്ങളിൽ കഷ്ടത അനുഭവിക്കാറുണ്ട്. ഓർമ്മ ചിലപ്പോൾ സന്തോഷത്തിനോ ദുഃഖത്തിനോ കാരണമായെന്നും വരാം. ഒരു കർമ്മത്തെ വിലയിരുത്തുന്നത് പോലെ തന്നെ അതിന്റെ കർത്താവിനും ന്യായവിധി ഉണ്ടാകും. ഇവിടെ ന്യായാധിപൻ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. സംഭവിച്ചു പോയതെല്ലാം പ്രകൃതിയുടെ സ്വഭാവം മാത്രം. ഇങ്ങനെ വിലയിരുത്തിയാൽ പുണ്യം, പാപം എന്നിവയിലുള്ള അഭിമാനം ഇല്ലാതാകുന്നു. അതുപോലെ ഞാൻ പാവി, ഞാൻ പുണ്യവാൻ എന്ന് ധാരണയും വിട്ടുപോകാതിരിക്കയില്ല. മരിച്ചു കഴിഞ്ഞ ഭൂതകാലത്തെ മറക്കുകയും വന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഭാവിയെപ്പറ്റി ഉദ്യോഗപൂർണമായ പ്രതീക്ഷ ഉപേക്ഷിക്കുകയും വേണം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ ഏത് മണ്ഡലത്തിൽ പ്രവർത്തിച്ചാലും അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഭഗവത്ഗീത പറയുന്നു. ഇങ്ങനെ നമ്മുടെ വ്യക്തിജീവിതവും കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ സങ്കല്പങ്ങളുമെല്ലാം സഫലമാകും. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാട്.